അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കടത്തെ തൊട്ടും രോഗത്തെ തൊട്ടും എല്ലാ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെയും മനസ്സിൽ നിറവേറിക്കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല മുറാദുകൾ ഉണ്ട്. അതൊക്കെയും ഞങ്ങൾ പറയാതെ തന്നെ നിനക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യമക്കൾ കുടുംബത്തിനും എല്ലാവർക്കും നീ ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കു റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സ്വലാത്ത് വളരെ വലിയ അത്ഭുതം നിറഞ്ഞ ഒന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. സ്വലാത്ത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ധാരാളം പതിവാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് അവനിക്ക് ലഭിച്ച അത്ഭുത ഗുണങ്ങൾ അവനിക്ക് തന്നെ ധാരാളം കാണാൻ സാധിക്കും. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ ഇരുലോകത്തുമില്ല. സ്വലാത്ത് പതിവാക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും വിജയിക്കാൻ കഴിയും, അതുപോലെ തന്നെ ആഖിറത്തിലും വിജയിക്കാൻ കഴിയും. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്ന കാര്യമാണ്. മാത്രമല്ല, സ്വലാത്ത് പതിവാക്കിയതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടായത് നാം കാണുന്നതും കേൾക്കുന്നവരുമാണ്. അതായത്, സ്വലാത്ത് പതിവാക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവില്ല. മാത്രമല്ല, അവരുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നിറവേറ്റി കൊടുക്കുകയും ചെയ്യും. എല്ലാ ദിവസവും അവർക്ക് നല്ല ഉന്മേഷമായിരിക്കും, നല്ല തെളിച്ചമായിരിക്കും അവരുടെ മുഖത്തിന്. സ്വലാത്ത് പതിവാക്കുന്ന ഒരു മനുഷ്യനെ ആർക്കും പറ്റിക്കാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ സാധിക്കുകയില്ല. മാത്രമല്ല, സ്വലാത്ത് പതിവാക്കുന്ന ആളുകൾക്ക് എല്ലാ രോഗത്തിൽ നിന്നും ശമനം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ രോഗത്തെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കാക്കുന്നതുമാണ്. സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചോ, ആ കാര്യം അവൻ ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല അവനക്ക് നിറവേറ്റി കൊടുക്കും. ആരെങ്കിലും ഒരാൾ മറ്റൊരാൾ ആക്രമിക്കുന്നതും പരിഹസിക്കുന്നതും കളിയാക്കുന്നതുമൊക്കെ സഹിച്ച് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമൊക്കെ അനുഭവിക്കുന്നവർ സ്വലാത്ത് പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ആ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ രീതിയിലും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സ്വലാത്ത് പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത് നിറവേറ്റിത്തരും. സ്വലാത്ത് ചൊല്ലിയതുകൊണ്ട് വലിയ നേട്ടമുണ്ടായ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ പലർക്കും അറിയുമായിരിക്കും. എന്നാൽ എൻ്റെ കുടുംബത്തിലെ ഒരു സഹോദരിക്ക് സ്വലാത്ത് ചൊല്ലിയതുകൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്വലാത്തിൻ്റെ മുമ്പിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന അനുഭവം ചെറിയ ഒരു അനുഭവമാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. അതായത്, എൻ്റെ ഫാമിലിയിലുള്ള ഈ സഹോദരി ഒരു പാവപ്പെട്ട ഒരു കുടുംബമാണ്. അവർ 4 മക്കളാണ്, 4ഉം പെൺമക്കളാണ്. ഇവളാണ് ചെറിയ മകൾ. ആ സഹോദരിയുടെ ഉപ്പാക്ക് ഏകദേശം 60 വയസ്സോളം ആയിട്ടുണ്ട്. ഉപ്പ ഒരു ഷോപ്പിലായിരുന്നു ജോലിക്ക് പോയിരുന്നത്. ഇപ്പോൾ പല അസുഖങ്ങൾ കാരണം ജോലിക്ക് പോകലില്ല, എന്നാലും ചില സമയത്തൊക്കെ പോകാറുണ്ട്. വീട്ടിലുള്ള ചിലവും മറ്റുമൊക്കെ നാട്ടുകാരും മരക്കളുമൊക്കെ സഹായിച്ച് അങ്ങനെ തട്ടിമുട്ടി പോകുകയാണ്. ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇവളുടെ കല്യാണം ഉറപ്പിച്ചത് ഒരു കല്യാണ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാർ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വർണവും പണമൊന്നും ചോദിക്കാതെയാണ് ഈ സഹോദരിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത്. എന്നാൽ കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസത്തോളം ആയപ്പോഴേക്കും ഭർത്താവ് ഗൾഫിലോട്ട് പോയി.
ഭർത്താവിൻ്റെ വീട്ടുകാർ അത്യാവശ്യം സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉള്ളവരാണ്. ഭർത്താവിൻ്റെ ഉപ്പാക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വലിയ ഹാർഡ്വെയർസിൻ്റെ ഷോപ്പ് നാട്ടിലുണ്ട്. ഭർത്താവിന് ഗൾഫിൽ ബ്രോസ്റ്റിൻ്റെ ഒരു ഷോപ്പുമുണ്ട്. അവർ അങ്ങനെ അത്യാവശ്യം ഉള്ള ഒരു ടീമാണ് ഭർത്താവിൻ്റെ ടീം. ഭർത്താവിന് 3 പെങ്ങന്മാരും ഒരു അനിയനുമാണ് ഉള്ളത്. അതിൽ 2 പെങ്ങന്മാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അനിയൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്നാൽ അത്യാവശ്യം സാമ്പത്തികമായിട്ടും അത്യാവശ്യം സൗകര്യവുമുള്ള ആ വീട്ടിൽ അമ്മായി ഉമ്മയുടെ ക്രൂരതമായ സ്വഭാവം കൊണ്ട് ഈ ഭർത്താവ് ഗൾഫിൽ പോയതിന് ശേഷം ഈ സഹോദരി എന്നും വലിയ വിഷമത്തിലാണ്, എന്നും വലിയ ടെൻഷനിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതായത് ഈ സഹോദരി രാവിലെ എണീറ്റ് വീട്ടിലുള്ള എല്ലാ അടുക്കള പണിയും തീർത്ത് അമ്മായിമ്മയുടേതും നാത്തൂൻ്റേതും അതുപോലെ അമ്മോഷൻ്റെതും ഇളച്ചൻ്റെതും എല്ലാം തിരുമ്പിയതിന് ശേഷം എല്ലാ ജോലികളും തീർന്നതിന് ശേഷം അസർ സമയത്ത് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിൽ ഇരുന്നാൽ അപ്പോൾ വരും അമ്മായിയമ്മ എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ട്. വെറുതെ ഇരിക്കാൻ ഒരു സമയവും ഈ സഹോദരിയെ അയക്കില്ല. ഇനി ഭർത്താവ് അവൾക്കൊരു ഡ്രസ്സ് എടുത്തു കൊടുത്താലും അല്ലെങ്കിൽ അവളെയും കൂട്ടി എവിടേക്കെങ്കിലും ഒന്ന് പുറത്തു പോകുന്നത് ഒന്നും ഈ അമ്മായിയമ്മക്ക് പറ്റില്ല. ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിക്കുന്നത് ഈ അമ്മായിയമ്മ അറിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് കട്ടാക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പണി കൊടുത്ത് ആ ഫോൺ വിളി ഇല്ലാതെയാക്കും. മാത്രമല്ല ആ സഹോദരി ചെയ്യുന്ന ജോലിയിലെല്ലാം തെറ്റ് മാത്രം കണ്ടെത്തി അതിന് വഴക്ക് പറയുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ഈ അമ്മായിയമ്മ ചെയ്യും. ഈ സഹോദരി ഭക്ഷണം കഴിക്കുന്നതിൽ വലിയ ദേഷ്യം കാണിക്കും. അയൽവാസികളുമായിട്ട് സംസാരിക്കുന്നത് തീരെയും ഇഷ്ടമില്ല. നല്ല ഒരു ഡ്രസ്സ് ഇടുന്നത് ഒട്ടും ഇഷ്ടമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ സഹോദരി ഒരു കാര്യത്തിലും സന്തോഷിക്കുന്നത് ഈ അമ്മായിയമ്മക്ക് ഒട്ടും ഇഷ്ടമില്ല. മാത്രമല്ല ഈ സഹോദരിയുടെ കുടുംബ പോരായ്മയും സാമ്പത്തിക കുറവുമൊക്കെ പറഞ്ഞ് പല സമയത്തും ഈ സഹോദരിയെ വലിയ രീതിയിൽ മനസ്സ് ഈ അമ്മായിയമ്മ വേദനിപ്പിക്കും. അങ്ങനെ ഒരു ദിവസം ഈ സഹോദരിക്ക് വലിയ തലവേദനയും പനിയുമായി കിടപ്പിലായി. ആ സമയം അമ്മായിയമ്മ വന്ന് പറഞ്ഞു, ഇങ്ങനെ കിടന്നാൽ തന്നെ തലവേദനയും പനിയൊക്കെ കൂടും, നീ പോയി ആ അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യ്, എന്നാൽ തന്നെ ആ തലവേദനയൊക്കെ അങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞു. എന്നാൽ ഈ സഹോദരി ചെറിയ തലവേദനയും പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ എണീറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ജോലി ചെയ്യാറുണ്ട്. പക്ഷേ അന്നത്തെ ആ തലവേദന എണീൽക്കാൻ കഴിയാത്ത വലിയ കടുത്ത രീതിയിലുള്ള തലവേദനയും പനിയുമായിരുന്നു. അങ്ങനെ ആ സഹോദരി ആ ബെഡിൽ തന്നെ അങ്ങ് കിടന്നു. അങ്ങനെ ഈ സഹോദരി അടുക്കളയിലേക്ക് വന്നു കാണാതായപ്പോൾ അമ്മായിയമ്മ ഈ സഹോദരി കിടക്കുന്ന റൂമിൽ പോയി പറഞ്ഞു, നീ ഇങ്ങനെ ഇവിടെ സുഖിച്ച് കിടക്കുകയാണെങ്കിൽ ഇവിടെ കിടക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കുകയാണെങ്കിൽ ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. നീ ഇങ്ങനെ സുഖിച്ച് കിടക്കുന്നത് ഇവിടെ കിടക്കണ്ട, നീ വേണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയി കിടന്നോ എന്ന് വലിയ ദേഷ്യത്തോടു കൂടി അമ്മായിയമ്മ ആ സഹോദരിയോട് പറഞ്ഞു. സാധാരണ എത്ര വലിയ സ്ട്രോങ് ഉള്ള അമ്മായിയമ്മയും സാധാരണ ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുള്ള ചികിത്സ കൊടുക്കലാണ് ചെയ്യാറ്. എന്നാൽ ഈ അമ്മായിയമ്മ ഹോസ്പിറ്റൽ പോലും കൊണ്ടുപോകാൻ മടിക്കുന്ന ഒരു വലിയ ക്രൂരതയുള്ള ഒരു വൃത്തികെട്ട മനസ്സുള്ള ഒരു അമ്മായിയമ്മയായിരുന്നു അത്. അങ്ങനെ വൈകുന്നേര സമയമായപ്പോൾ ഭർത്താവ് വിളിച്ചു. ഭർത്താവ് വിളിച്ച സമയത്ത് ഈ സഹോദരി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അതേസമയം ഭർത്താവ് പറഞ്ഞു, അത് ഉമ്മയല്ലേ, ഉമ്മയോട് ഞാൻ എങ്ങനെയാണ് പറയുക എന്നൊക്കെ പറഞ്ഞു. എന്നതിൻ്റെ ശേഷം അവസാനം പറഞ്ഞു ഭർത്താവ്, എന്നാൽ നീ ഒരു വണ്ടി വിളിച്ച് നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. നിന്നോട് ഉമ്മ പറഞ്ഞതല്ലേ, നീ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ ഒരു വണ്ടി വിളിച്ച് അങ്ങനെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലാണെങ്കിൽ ഒരുപാട് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു അത്. അങ്ങനെ വീട്ടിൽ പോയി ഈ സഹോദരിയുടെ അസുഖങ്ങളൊക്കെ മാറി. ഒരാഴ്ചയായി, 2 ആഴ്ചയായി. അമ്മായിയമ്മ അതുവരെ മരുമകളെ കാണാൻ വന്നിട്ടുമില്ല, ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഭർത്താവാണെങ്കിൽ ഗൾഫിൽ നിന്നും ഒരു ആഴ്ചയോളം നിരന്തരം വിളിച്ചിരുന്നു. പിന്നീട് ഭർത്താവിൻ്റെ വിളിയും കുറഞ്ഞു വന്നു. അങ്ങനെ 4 മാസമായപ്പോഴേക്കും അമ്മായിയമ്മയുടെ തിരുപ്പ് കാരണം ഭർത്താവിൻ്റെ
ഫോൺ വിളിയും നിന്നുപോയി. അങ്ങനെ ഈ സ്ത്രീ അവളുടെ സ്വന്തം വീട്ടിൽ, അവളെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് അന്ന് അനുഭവിച്ച മനപ്രയാസത്തിനും വിഷമത്തിനേക്കാൾ വലിയ രീതിയിൽ സ്വന്തം വീട്ടിൽ നിന്ന് വിഷമം അനുഭവിക്കേണ്ടി വന്നു. കാരണം വലിയ രീതിയിൽ സ്നേഹിച്ച സ്വന്തം ഭർത്താവ് പോലും നഷ്ടപ്പെട്ടു പോയോ എന്ന് ആലോചിച്ച് വലിയ രീതിയിൽ വിഷമിച്ച് ടെൻഷനടിച്ച് നീങ്ങുകയായിരുന്നു അവളുടെ ഓരോ ദിവസവും. അങ്ങനെ അവൾ ഓരോ ദിവസവും വലിയ മനപ്രയാസവും വിഷമവും അനുഭവിച്ച് അവളുടെ മുഖം കറുത്തിരുണ്ട് കണ്ടപ്പോൾ അവളുടെ ഉമ്മാക്ക് വലിയ വിഷമം വന്നു. അങ്ങനെ ഉമ്മ മോളോട് പറഞ്ഞു കൊടുത്തു, മോളെ നീ വിഷമിക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നീ 1000 സ്വലാത്ത് എല്ലാ ദിവസവും പതിവാക്കി ചൊല്ലൂ, നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടിക്കോളും എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ സഹോദരി എല്ലാ ദിവസവും 1000 സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പതിവാക്കി. അങ്ങനെ ഒരു മാസം കടന്നുപോയപ്പോൾ ഒരു ദിവസം ഭർത്താവിൻ്റെ ഫോൺ കോൾ വന്നു. ആ സമയം വലിയ സന്തോഷത്തോടു കൂടി ഈ സഹോദരി ആ ഫോൺ എടുത്തപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് വിളിക്കാതിരുന്നത് നിന്നെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിരുന്നു. ആ ദേഷ്യത്തിലായിരുന്നു ഞാൻ ഇതുവരെ നിനക്ക് വിളിക്കാതിരുന്നത്. എന്നാൽ എൻ്റെ ഉമ്മാക്ക് ഇപ്പോൾ സുഖമില്ല. ആ സമയത്താണ് എൻ്റെ ഉമ്മ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്. നിൻ്റെ അടുത്ത് ഒരു തെറ്റുമില്ല, എൻ്റെ ഉമ്മാൻ്റെ തെറ്റ് കാരണമാണ് നീ അവിടുന്ന് പോകാൻ എന്നൊക്കെ ഉമ്മ ഫുൾ വിശദീകരിച്ച് എന്നോട് പറഞ്ഞു തന്നു. അതുകൊണ്ട് ഞാൻ വിളിക്കാത്തതിലും ഞാൻ ചെയ്തതിലുമെല്ലാം മാപ്പ് ചോദിക്കുന്നു. നാളെ എൻ്റെ ഉപ്പ നിൻ്റെ വീട്ടിലേക്ക് വാഹനവുമായി വരുന്നുണ്ട്. നീ അതിൽ എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ ഉമ്മാനെ നീ പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞു. അതേസമയം ഈ സഹോദരി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഓർത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആ സ്വലാത്ത് ചൊല്ലിയതാണ്. അങ്ങനെ പിന്നീട് ആ സഹോദരി ആ ഭർത്താവിൻ്റെ വീട്ടിൽ പോവുകയും ഉമ്മയെ പൊന്നുപോലെ നോക്കുകയും ഉമ്മയുടെ അസുഖങ്ങളൊക്കെ മാറിയതിന് ശേഷം ഉമ്മയുടെ മക്കളെ നോക്കുന്നതിനേക്കാളും വലിയ സ്നേഹമാണ് ഈ മരുമകൾക്ക് ആ ഉമ്മ അതിനുശേഷം കൊടുത്തത്. ഇപ്പോൾ ആ സഹോദരിയുടെ ജീവിതം വലിയ സന്തോഷത്തിലും സമാധാനത്തിലും ആനന്ദത്തിലുമാണ് ആ സഹോദരിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇത് എൻ്റെ കുടുംബത്തിലെ ഒരു സഹോദരിയുടെ അനുഭവമായതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം വിശദീകരിച്ച് പറയാൻ സാധിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിച്ചത് കൊണ്ടാണ് ഈ സഹോദരിക്ക് ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ സ്നേഹവും ഈ സഹോദരിക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചത്. മാത്രമല്ല, നമ്മൾ എല്ലാ ദിവസവും സ്വലാത്തിനെ അധികരിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകും. മാത്രമല്ല, പരലോകത്തും നമുക്ക് അതുകൊണ്ട് വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു 100 സ്വലാത്തെങ്കിലും നിങ്ങൾ പതിവാക്കണം. കാരണം ആ സ്വലാത്ത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. മാത്രമല്ല, സ്വലാത്ത് പോലെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന മറ്റൊരു അമലില്ല. സ്വലാത്ത് ചൊല്ലി നീയൊരു നന്മ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നന്മ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും. നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല, നിന്റെ എല്ലാ ആവശ്യങ്ങളും നിന്നെ തേടി വരും. അതായത് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നീ അതിനുവേണ്ടി വലിയ ബുദ്ധിമുട്ടും പണിയുമൊന്നും എടുക്കാതെ ആ കാര്യങ്ങളെല്ലാം നിന്നെ തേടി അത് ഏതെങ്കിലും മാർഗത്തിലൂടെ നിന്നിലേക്ക് എത്തും. അപ്പോൾ അത്രയേറെ മഹത്വങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിപ്പം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.